ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കായി ഇത് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ സഭാപ്രസംഗൻ്റെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 63 ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കാണാനായിട്ട് പോവുക. ചോദ്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം കേട്ട് ഉത്തരങ്ങൾ മനഃപ്പാഠമാക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ലോഗോസ് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും വാങ്ങുന്ന തരത്തിൽ പഠിച്ചൊരുങ്ങുവാനായിട്ട് 100 മാതൃകാ പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഈ ചാനലിൽ നടത്തുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ ഫീസായ 300 രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷ എഴുതുവാനുള്ള ഗൂഗിൾ ഫോം ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും ഇതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇതിനോടകം കഴിഞ്ഞു പോയ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്കുകളും ഷെയർ ചെയ്യുന്നതായിരിക്കും. 1. താൻ എന്തിൽ മുഴുകും എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം: സുഖഭോഗങ്ങളിൽ. 2. സുഖഭോഗങ്ങളുടെ എന്ത് പരീക്ഷിക്കുമെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം: ആസ്വാദിത. 3. സുഖഭോഗങ്ങൾ എന്താണ് എന്നാണ് പറയുന്നത്? ഉത്തരം: മിഥ്യ. 4. ചിരി എന്താണെന്ന് സഭാപ്രസംഗകൻ മനസ്സിലാക്കി? ഉത്തരം: ഭ്രാന്താണെന്ന്. 5. സുഖഭോഗങ്ങൾ എന്താണെന്ന് സഭാപ്രസംഗകൻ മനസ്സിലാക്കി? ഉത്തരം: നിഷ്ഫലമാണെന്ന്. 6. ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കാൻ നോക്കിയത് ആരാണ്? ഉത്തരം: സഭാപ്രസംഗകൻ. 7. സഭാപ്രസംഗകൻ ശരീരത്തെ എന്തുകൊണ്ട് ആഹ്ലാദിപ്പിക്കാനാണ് നോക്കിയത്? ഉത്തരം: വീഞ്ഞുകൊണ്ട്. 8. എന്തു ചെയ്യാതെ തന്നെ ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കാനാണ് സഭാപ്രസംഗകൻ നോക്കിയത്? ഉത്തരം: ജ്ഞാനത്തിൽ നിന്ന് മനസ്സിളകാതെ. 9. മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നതെന്താണെന്നും ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ അവൻ ചെയ്യേണ്ടത് എന്തെന്നും അറിയുവാൻ സഭാപ്രസംഗകൻ ചെയ്തത് എന്താണ്? ഉത്തരം: ഭോഷത്വത്തെ ആശ്ലേഷിച്ചു. 10. ഞാൻ എന്തു ചെയ്തു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം: വലിയ കാര്യങ്ങൾ. 11. ആരാണ് വലിയ കാര്യങ്ങൾ ചെയ്തത്? ഉത്തരം: സഭാപ്രസംഗകൻ. 12. സഭാപ്രസംഗകൻ തനിക്കു വേണ്ടി പണിതത് എന്താണ്? ഉത്തരം: മാളികകൾ. 13. സഭാപ്രസംഗകൻ നട്ടുപിടിപ്പിച്ചത് എന്താണ്? ഉത്തരം: മുന്തിരിത്തോട്ടങ്ങൾ. 14. സഭാപ്രസംഗകൻ എന്തെല്ലാം ഉണ്ടാക്കി? ഉത്തരം: ഉദ്യാനങ്ങളും ഉപവനങ്ങളും. 15. ഉദ്യാനങ്ങളിലും ഉപവനങ്ങളിലും എന്താണ് നട്ടത്? ഉത്തരം: എല്ലാത്തരം ഫലവൃക്ഷങ്ങൾ. 16. തോട്ടം നനയ്ക്കാൻ എന്താണ് ചെയ്തത്? ഉത്തരം: കുളങ്ങൾ കുഴിച്ചു. 17. ആർക്ക് പുറമെയാണ് ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങിയത്? ഉത്തരം: എൻ്റെ വീട്ടിൽ പിറന്ന അടിമകൾക്ക് പുറമെ. 18. ആർക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ അധികം ആടുമാടുകളാണ് എനിക്കുണ്ടായിരുന്നത്? ഉത്തരം: ജെറുസലേമിലെ എൻ്റെ മുൻഗാമികൾക്ക്. 19. സ്വർണവും വെള്ളിയും കൂടാതെ മറ്റെന്തുകൂടി താൻ സ്വന്തമാക്കി എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം: രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളിലെ ധനം. 20. പൂരിപ്പിക്കുക.
അനേകം ഗായകന്മാരും ഡാഷും എനിക്കുണ്ടായിരുന്നു. ഉത്തരം ഗായികമാരും. 21. മനുഷ്യൻ ആഗ്രഹിക്കുന്ന എന്ത് ഞാൻ സമ്പാദിച്ചു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്. ഉത്തരം എല്ലാ സുഖഭോഗങ്ങളും. 22. ജെറുസലേമിലെ മുൻഗാമികളെക്കാൾ താൻ എപ്രകാരമായി തീർന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്. ഉത്തരം ഉന്നതനും മഹാനും. 23. ഉന്നതനും മഹാനുമായി തീർന്നപ്പോഴും എന്നിൽ ആരിൽ നിന്ന് താൻ അകന്നു പോയില്ല. ഉത്തരം ജ്ഞാനത്തിൽ നിന്ന്. 24. എൻ്റെ നയനങ്ങൾ അഭിലഷിച്ചതൊന്നും ഞാൻ എന്തു ചെയ്തില്ല. ഉത്തരം അവയ്ക്ക് നിഷേധിച്ചില്ല. 25. താൻ അനുഭവിക്കാത്ത എന്തില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്. ഉത്തരം സുഖങ്ങൾ. 26. സഭാപ്രസംഗകന്റെ ഹൃദയം സന്തോഷിച്ചത് എന്തിലാണ്. ഉത്തരം തൻ്റെ പ്രയത്നങ്ങളിൽ. 27. എൻ്റെ അധ്വാനത്തിന് ലഭിച്ചത് എന്തായിരുന്നു. ഉത്തരം പ്രതിഫലം. 28. താൻ ഉണ്ടാക്കിയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും സഭാപ്രസംഗകൻ എന്ത് ചെയ്തു. ഉത്തരം നിരൂപണം ചെയ്തു. 29. എന്താണ് മിഥ്യയും പാഴ്വേലയുമായിരുന്നു എന്ന് സഭാപ്രസംഗകൻ പറയുന്നത്. ഉത്തരം താൻ ഉണ്ടാക്കിയവയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും. 30. എവിടെയാണ് ഒരു നേട്ടവുമില്ലെന്ന് ബോധ്യപ്പെട്ടത്. ഉത്തരം സൂര്യന് കീഴെ. 31. സഭാപ്രസംഗകൻ എന്തെല്ലാമാണ് വിവേചിച്ച് കാണുവാൻ തുടങ്ങിയത്. ഉത്തരം ജ്ഞാനം, ഉന്മത്തത, ഭോഷത്വം. 32. ആരുടെ പിൻഗാമിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും. ഉത്തരം രാജാവിൻ്റെ. 33. ആരാണ് ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുന്നത്. ഉത്തരം രാജാവിൻ്റെ പിൻഗാമി. 34. ജ്ഞാനം എന്തിനെയാണ് അതിശയിപ്പിക്കുന്നത്. ഉത്തരം ഭോഷത്വത്തെ. 35. പ്രകാശം എന്തിനെയാണ് അതിശയിക്കുന്നത്. ഉത്തരം അന്ധകാരത്തെ. 36. ആർക്കാണ് കാണാൻ കണ്ണുള്ളത്. ഉത്തരം ജ്ഞാനിക്ക്. 37. ആരാണ് ഇരുട്ടിൽ നടക്കുന്നത്. ഉത്തരം ഭോഷൻ. 38. ഇരുവർക്കും ഗതി ഒന്ന് തന്നെ. ആരുടെയല്ല. ഉത്തരം ജ്ഞാനിയുടെയും ഭോഷന്റെയും. 39. ഇരുവർക്കും ഗതി ഒന്ന് തന്നെ എന്ന് ഞാൻ കണ്ടു എന്ന് പറഞ്ഞതിനെ തുടർന്ന് പറയുന്നത് എന്താണ്. ഉത്തരം എന്നോട് തന്നെ ഞാൻ ചോദിച്ചു. 40ാമത്തെ ചോദ്യം, ആരുടെയെല്ലാം ഗതി ഒന്ന് തന്നെയെങ്കിൽ ഞാൻ എന്തിന് ജ്ഞാനിയായിരിക്കണം. ഉത്തരം ഭോഷന്റെയും എൻ്റെയും. 41. ഭോഷനെ പോലെ തന്നെ ജ്ഞാനിക്കും ലഭിക്കുകയില്ലാത്തത് എന്താണ്. ഉത്തരം ശാശ്വത സ്മരണ. 42. ഭാവിയിൽ വിസ്മൃതരാകുന്നത് ആരെല്ലാം. ഉത്തരം എല്ലാവരും. 43. ഒന്നുപോലെ മരിക്കുന്നത് ആരല്ല. ഉത്തരം ഭോഷനും ജ്ഞാനിയും. 44. എവിടെ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമാണ്. ഉത്തരം സൂര്യന് കീഴെ. 45. സൂര്യന് കീഴിൽ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമായതുകൊണ്ട് സഭാപ്രസംഗകന് സംഭവിച്ചത് എന്ത്. ഉത്തരം ജീവിതം വെറുത്തു. 46.
മിഥ്യയും നിരർത്ഥകവുമായത് എന്താണ്? ഉത്തരം എല്ലാം. 47 സഭാപ്രസംഗകൻ അധ്യായം 2 മൂന്നാമത്തെ തലക്കെട്ട് ഏതാണ്? ഉത്തരം അധ്വാനം വ്യർത്ഥം. 48 സൂര്യന് കീഴെ ചെയ്ത എന്താണ് വെറുത്തത്? ഉത്തരം അധ്വാനങ്ങളല്ല. 49 അധ്വാനങ്ങളുടെ ഫലം ആർക്കാണ് വിട്ടുകൊടുത്തിട്ട് പോകേണ്ടി വരുന്നത്? ഉത്തരം തൻ്റെ പിൻഗാമികൾക്ക്. 50 പൂരിപ്പിക്കുക. അവൻ ഡാഷ് ആയിരിക്കുമോ ഭോഷനായിരിക്കുമോ എന്ന് ആർക്കറിയാം? ഉത്തരം ജ്ഞാനി ആയിരിക്കുമോ. 51 താൻ ബുദ്ധിപൂർവ്വം പ്രയത്നിച്ചതിന്റെ ഫലം ആരുടെ അധീനതയിലാകും? ഉത്തരം അവൻ്റെ. 52 മനസ്സുകെട്ട് സൂര്യന് കീഴിലുള്ള എന്തിൽ നിന്നാണ് പിന്മാറിയത്? ഉത്തരം പ്രയത്നങ്ങളിൽ നിന്ന്. 53 ഒരുവൻ എന്തുപയോഗിച്ച് ഉണ്ടാക്കിയതാണ് അവയ്ക്കു വേണ്ടി അധ്വാനിക്കാത്തവന് വിട്ടുകൊടുക്കേണ്ടി വരുന്നത്? ഉത്തരങ്ങൾ ജ്ഞാനവും അറിവും സാമർഥ്യവും. 54 താൻ അധ്വാനിച്ച് ഉണ്ടാക്കിയവ അശേഷം അധ്വാനിക്കാത്തവന് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നത് എന്താണ്? ഉത്തരം മിഥ്യയും വലിയ നിർഭാഗ്യവുമാണ്. 55 എന്തിനു കീഴിലുള്ള കഠിനാധ്വാനവും മനക്ലേശവുമാണ് മനുഷ്യന്റെ നേട്ടമല്ലാത്തത്? ഉത്തരം സൂര്യന് കീഴിലുള്ള. 56 അവന്റെ എന്താണ് വേദന നിറഞ്ഞത്? ഉത്തരം ദിനങ്ങളല്ല. 57 അവന്റെ എന്താണ് ദുഃഖസങ്കുലമായത്? ഉത്തരം അധ്വാനം. 58 രാത്രിയിൽ പോലും അവന്റെ എന്തിനാണ് സ്വസ്ഥതയില്ലാത്തത്? ഉത്തരം മനസ്സിന്. 59 എങ്ങനെ സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ നല്ലതായാണ് മനുഷ്യന് വേറെ ഒന്നില്ലാത്തത്? ഉത്തരം തിന്നുകുടിച്ച്. 60 ഇതും ദൈവകാര്യങ്ങളിൽ നിന്നാണ് ഗ്രഹിച്ചത് ആരാണ്? ഉത്തരം ഞാൻ. 61 ആരിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആണ് ആർക്കും കഴിയാത്തത്? ഉത്തരം ദൈവത്തിൽ നിന്ന്. 62 തന്നെ എന്ത് ചെയ്യുന്നവനാണ് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നത്? ഉത്തരം പ്രസാദിപ്പിക്കുന്നവന്. അവസാനത്തെ ചോദ്യം, ആർക്കാണ് അവിടുത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നത്? ഉത്തരം പാപിക്ക്. ലോഗോസ് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചൊരുങ്ങുവാനായിട്ട് ഒരു സമ്പൂർണ്ണ ലോഗോസ് പഠന സഹായി സത്യദീപത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. 125 രൂപയാണ് ഈ മാതൃകാ ചോദ്യോത്തരങ്ങളുടെ ബുക്കിൻ്റെ വില. മാർലൂയിസിൻ്റെ കറുകുറ്റിയിലും എറണാകുളത്തുമുള്ള ബുക്ക് സ്റ്റാളുകളിൽ ഈ ബുക്ക് ലഭ്യമാണ്. ആർക്കെങ്കിലും ഈ ബുക്ക് തപാൽ വഴി ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൊറിയർ ചാർജായ 50 രൂപ ഉൾപ്പെടെ 175 രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് ശേഷം ഈ നമ്പറിലേക്ക് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ അഡ്രസ്സും അയച്ചാൽ ഈ ബുക്ക് തപാലിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇടവക തലത്തിൽ 25 കോപ്പിയിൽ കൂടുതൽ ആവശ്യപ്പെടുന്നവർക്ക് 125 രൂപ വില വരുന്ന ഈ ബുക്ക് 100 രൂപ നിരക്കിൽ ലഭ്യമാക്കുന്നതായിരിക്കും. ബുക്കിൻ്റെ വിശദ വിവരങ്ങൾ അറിയുവാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.